രണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ ജയിലിലാക്കിയ കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ എന്തുകൊണ്ട് തൊടുന്നില്ല എന്ന് സങ്കടപ്പെടുകയാണ് കുറച്ചു ദിവസമായി രാഹുൽ ഗാന്ധി. താൻ മോദിക്കെതിരെ പറയുന്നു, പിണറായി തനിക്കെതിരെ പറയുന്നുവെന്നാണ് രാഹുലിന്റെ പരിദേവനം. ഈ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് വിമർശനം കുത്തിനിറച്ചല്ല CPM തെരഞ്ഞെടുപ്പ് അജണ്ട തയ്യാറാക്കിയത്. സംഘപരിവാർ വിരുദ്ധതയിൽ CPMന്റെ മൂർച്ച കോൺഗ്രസിനുണ്ടോ എന്നതാണ് പിണറായി ഉന്നയിച്ച ചോദ്യം. ഇങ്ങനെ ചോദിക്കാനുള്ള സാഹചര്യമുണ്ടായതും രാഹുൽ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് കൊണ്ടാണ്. BJPക്കെതിരെ പോരാടാനെന്ന് പറഞ്ഞ് ഇങ്ങ് കേരളത്തിൽ വന്ന് NDAക്ക് കെട്ടിവച്ച കാശ് കിട്ടാത്ത ഒരു മണ്ഡലത്തിലാണ് രാഹുൽ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ എന്ന പോലെ നരേന്ദ്രമോദിയുടെ പേര് ആവർത്തിച്ച് പിണറായി പറയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പിണറായി രാഹുലിനെ വിമർശിക്കുന്നത് സംഘപരിവാർ അജണ്ടകളിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാണ്. രാമക്ഷേത്രം, പൗരത്വ നിയമം, ഏകീകൃത സിവിൽ കോഡ്, കശ്മീരിനുള്ള പ്രത്യേക പദവി എന്നിവയിലൊക്കെയുള്ള നിലപാടാണ് കോൺഗ്രസിനോട് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങളെ തലതിരിച്ചിട്ട് CPMന് നേരെ ആക്രമണം കടുപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ തന്ത്രം. അതായത്, നിങ്ങൾ എന്തിന് കോൺഗ്രസിനെ വിമർശിക്കുന്നു എന്ന് തിരിച്ചു ചോദിച്ച് CPM തന്ത്രത്തെ നിർവീര്യമാക്കാനുള്ള ശ്രമം. കേരളത്തിലെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP വിരുദ്ധതയുടെ ചാമ്പ്യൻ ആരെ എന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൗലികമായ ചോദ്യം. ആ സ്ഥാനം ഉറപ്പിക്കാനാണ് CPMന്റെയും കോൺഗ്രസിന്റെയും ഈ യുദ്ധം എന്നതും വ്യക്തം.